ചുരുങ്ങിയ കാലം കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച യുവതാരമാണ് നസ്ലൻ. 2019 മമ്മൂട്ടി ചിത്രം മധുരരാജയിലൂടെയാണ് നസ്ലൻ അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റായാണ് നസ്ലൻ മധുരരാജയിൽ അഭിനയിച്ചത്. പിന്നീട് തണ്ണീർമത്തൻ ദിനങ്ങളിലെ മെൽവിൻ എന്ന കഥാപാത്രത്തിലൂടെ നസ്ലൻ മലയാളികളുടെ ഇഷ്ടം കവർന്നു. നസ്ലനും മമിത ബൈജുവും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പ്രേമലു ഇപ്പോൾ വിജയകരമായി പ്രദർശനം തുടരുകയാണ്. ഇന്ന് പ്രേമലുവിലൂടെ തെന്നിന്ത്യൻ സിനിമാ ലോകം ഒട്ടാകെ അറിയപ്പെടുന്ന നടനായി നസ്ലൻ മാറുകയും ചെയ്തു. നസ്ലൻ ഉണ്ടെങ്കിൽ സിനിമ കാണാൻ യൂത്ത് എത്തുമെന്ന സ്ഥിതിയായി ഇപ്പോൾ. ഹോം, കേശു ഈ വീടിന്റെ നാഥൻ, സൂപ്പർ ശരണ്യ, ജോ ആൻഡ് ജോ, നെയ്മർ തുടങ്ങിയ സിനിമകളുടെ വിജയത്തിലും നടൻ നിർണായക പങ്കുവഹിച്ചു. ബോക്സ് ഓഫീസിൽ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയോടും മോഹൻലാലിനുമൊപ്പം മത്സരിച്ച് പുത്തൻ റെക്കോർഡുകൾ നസ്ലൻ മെനഞ്ഞെടുത്തു. എന്നാൽ കോടി ക്ലബിൽ ഇടം നേടുന്ന ആദ്യ താരമൊന്നുമല്ല നസ്ലൻ. എന്നാലും ആ നേട്ടത്തിന് പത്രമാറ്റിന്റെ ചന്തമുണ്ട്. മോഹൻലാലിന് ശേഷം സോളോ ആയി 100 കോടി ക്ലബിൽ കയറുന്ന നടൻ എന്ന ഖ്യാതിയും നസ്ലന് സ്വന്തം. ഇത്രയധികം സങ്കീർണമായ വ്യാവസായിക കാലാവസ്ഥയിലേക്കാണ് മീശ മുളയ്ക്കാത്ത പ്രായത്തിൽ നസ്ലൻ എന്ന കുട്ടിത്താരത്തിന്റെ കടന്നുവരവ്. പ്രായം അനർത്ഥമാക്കും വിധം പൊടിമീശക്കാരനായ ഈ പയ്യൻ ഇതെന്ത് കാണിക്കാനെന്ന ഭാവമായിരുന്നു ആദ്യകാലങ്ങളിൽ പല ചലച്ചിത്ര പ്രവർത്തകർക്കും. എന്നാൽ ദീർഘവീക്ഷണമുള്ള സിനിമാ പ്രവർത്തകർ നസ്ലനിൽ ഒരു വലിയ താരോദയം തന്നെ കണ്ടെത്തി. മുളയിലേ അറിയാം മുളക്കരുത്ത് എന്ന പോലെ നസ്ലൻ ആദ്യ സിനിമയിൽ തന്നെ തന്റെ റേഞ്ച് പ്രകടിപ്പിച്ചു. ബോൺ ആക്ടറാണ് നസ്ലൻ എന്ന് അദ്ദേഹത്തിന്റെ ഭാവചലനങ്ങൾ കൊണ്ട് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അനന്യമായ ഒരു തരം സൗന്ദര്യമുണ്ട് അദ്ദേഹത്തിന്റെ അഭിനയ ശൈലിക്ക്. കുട്ടിത്തവും ഓമനത്വവും നിഷ്കളങ്കതയും തുളുമ്പുന്ന മുഖം സപ്പോർട്ടീവ് ഫാക്ടറായി നിലകൊള്ളുന്നു. സ്വന്തം വീട്ടിലെ കുട്ടി എന്ന പോലെ കാണികൾ നസ്ലനെ പരിഗണിക്കാൻ തുടങ്ങി. തണ്ണീർമത്തനിൽ സ്കൂൾ കുട്ടികളുടെ പ്രണയകഥയിൽ നിന്ന് സൂപ്പർ ശരണ്യയിൽ കോളേജ് വിദ്യാർത്ഥികളുടെ പ്രണയകഥയിലേക്കും അവിടെ നിന്ന് പ്രേമലുവിൽ വർക്കിംഗ് ക്ലാസിന്റെ പ്രണയകഥയിലേക്കും എത്തിയപ്പോൾ മാത്യുവില്ലാതെ തന്നെയും നസ്ലൻ ഗോളടിച്ചു. സിനിമയിൽ അതിഥി താരമായി പേരിന് മാത്യു പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും ഫലത്തിൽ ഈ വിജയം നസ്ലിന് മാത്രം അവകാശപ്പെട്ടതാണ്. അത്യന്തം രസകരമായി കഥ പറഞ്ഞു പോകുന്ന പ്രേമലുവിൽ നസ്ലൻ എന്ന താരത്തിന്റെ വോയിസ് മോഡുലേഷനും മാനറിസങ്ങളും ബോഡി ലാംഗ്വേജും മറ്റും ആരെയും ആകർഷിക്കും. സ്വാഭാവിക നർമ്മം മനോഹരമായി കൈകാര്യം ചെയ്യാൻ ഈ നടന് കഴിയുന്നു. ഒരേ സമയം നടനും താരവുമായി വളരുകയാണ് നസ്ലൻ. വിപണി മൂല്യമുള്ള ഒരു താരമായിരിക്കുമ്പോൾ തന്നെ അസാധ്യ റേഞ്ചുള്ള നടനായി മാറുക എന്നത് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. മലയാളത്തിൽ മമ്മൂട്ടി, മോഹൻലാൽ ദ്വയം കഴിഞ്ഞാൽ ഈ തരത്തിൽ ഇരട്ട വിജയം കൊയ്ത താരങ്ങൾ വിരളം. സമാന വഴിയിലൂടെയാണ് നസ്ലന്റെ സഞ്ചാരം. ഓരോ സിനിമയിലും അദ്ദേഹം തന്നെ നവീകരിക്കുന്നു. മുൻ ചിത്രങ്ങളിൽ നിന്ന് വിഭിന്നമായി കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നു. അഭിനയിക്കുകയാണെന്ന് തോന്നിപ്പിക്കാത്ത വിധം കഥാപാത്രമായി ബിഹേവ് ചെയ്യാനാണ് നസ്ലന്റെ ശ്രമം. അതേസമയം തനതായ ആക്ടിംഗ് സ്റ്റൈൽ നിലനിർത്താനും ശ്രമിക്കുന്നു. തുടർച്ചയായി 3 വിജയങ്ങൾ സമ്മാനിച്ച ഗിരീഷ് എഡി എന്ന സംവിധായകന്റെ ഐ ആം കാതലൻ എന്ന പ്രണയ ചിത്രമാണ് ഇനി റിലീസ് ചെയ്യാനുള്ള നസ്ലൻ സിനിമ. ഇതിലും സോളോ ഹീറോയായി അദ്ദേഹം നിറഞ്ഞാടുന്നു. ഐ ആം കാതലനിലും വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞാൽ നസ്ലന്റെ താരമൂല്യം ചിന്തിക്കാൻ കഴിയാത്ത തലത്തിലേക്ക് വളരും.